കല ഒരു ദൈവദാനമാണ്. ദൈവം നേരിട്ട് നൽകുന്ന ഗിഫ്റ്റാണ് കല എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിലും നമ്മളെല്ലാവരും കലയെ ആസ്വദിക്കുന്നവരും കലയെ സ്നേഹിക്കുന്നവരുമാണ്. അങ്ങനെ ദൈവത്തിൽ നിന്നും കല എന്ന് പറയുന്ന ഒരു സമ്മാനം സ്വീകരിച്ച വ്യക്തിയാണ് മിസ്റ്റർ റിജിൽ. നമുക്കിന്ന് റിജിലിനെ പരിചയപ്പെടാം. ഹായ് റിജിൽ. ഇത് റിജിൽ കൂത്തുപറമ്പ്. ഒത്തിരിയേറെ നാൾ അറിയപ്പെടാതെ ഇരുന്ന റിജിൽ വീണ്ടും അതിൽ നിന്നും പുതുജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് കലാരംഗത്തേക്ക് വന്ന വ്യക്തിയാണ്. നമ്മുടെ ഇടയിൽ ഈ കലാകാരനെ നമുക്കിന്ന് പരിചയപ്പെടാം. റിജിൽ എന്താണ് ഈ രംഗത്തേക്ക് വന്നത്? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതിനോട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ എന്താ പറയാ, നമ്മള് ഒട്ടേറെ പ്രശസ്തന്മാരെ ഒട്ടേറെ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്, പഠിക്കും. അപ്പൊ അന്നൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണം. ഭയങ്കര എവിടെ മിമിക്രി വേദികളിലൊക്കെ എന്താ പറയാ, എവിടെ മിമിക്രി ആണെങ്കിലും മിമിക്രി കളിക്കുന്നത് ഞാൻ അവിടെ പോയി കാണാം. അങ്ങനെ ഒരു ദിവസം എന്താ പറയാ, പെട്ടെന്ന് സിദ്ധാർത്ഥില് രാവിലെ തന്നെ ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ കാണുന്നു. അപ്പൊ ഒരു പട്ടി അതിന്റെ പുറകെ വന്നിട്ട് അപ്പോ ആ പൂച്ചക്കുട്ടി ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ അതിന്റെ ഒരു കരച്ചിൽ. അതിപ്പോ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അത് നോക്കിയിട്ട് അങ്ങനെ ആ പൂച്ച ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ആ പൂച്ച ഇങ്ങനെ കരയുമ്പോ അതിങ്ങനെ പറയാം, അതിന് പേടിയാണെന്ന് ഇങ്ങനെ പറയാം. കരയണം. അപ്പൊ ഞാനത് നോക്കി ഇങ്ങനെ ജസ്റ്റ് പൂച്ചയുണ്ടെന്ന് സൗണ്ട് അനുസരിച്ചിട്ടാണ് ആദ്യമൊക്കെ ഇങ്ങനെ സംശയം. പിന്നെ അത് എന്താ പറയാ, പിന്നെ ആ പൂച്ചയുടെ കൂടെ നമ്മളെ സിനിമ ഇവിടെ മോഹൻലാലിന്റെ പൂച്ചയുടെ കൂടെ പൂച്ച ഇങ്ങനെ പിന്നെ അടുത്ത സംബന്ധിച്ച് നമ്മുടെ കയ്യിലിരുന്നൊരു രസമുണ്ട്. നമ്മുടെ ചില മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വളരെ നാദസ്വരത്തിന്റെ സൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ബജാജ് ഓട്ടോറിക്ഷ അതിങ്ങനെ പോവാം. നമ്മൾ ഓട്ടോയിൽ സാധാരണ നമ്മളൊരു യാത്രക്കാരിക്കുമ്പോൾ നമുക്ക് അതിൽ സൗണ്ട് ഇങ്ങനെ പോകുന്ന ഈ ഓട്ടോ, ഈ ബജാജ് ഓട്ടോ ഒരു പാട്ട് പാടിയാണ്. നമ്മുടെ വലിയ രസമാണ്. ആ പാട്ട് ഈ ബജാജ് ഓട്ടോ പാടിയിട്ടുണ്ടാവും. ഈ
ചില നമുക്ക് ചില രാഷ്ട്രീയക്കാർ ഈ രാഷ്ട്രീയക്കാരുടെ പടക്കം പൊട്ടിയത് രാഷ്ട്രീയക്കാരുടെ പടക്കം പൊട്ടിയത് അത് രസമായിരിക്കുമല്ലോ. അപ്പൊ അത് ആദ്യമായിട്ട് നമ്മുടെ അച്ഛനോട് പടക്കം ചില സുരാജ് വെഞ്ഞാറമൂടൻ എന്ന് പറഞ്ഞ നടൻ ഒത്തിരിയേറെ ആൾക്കാരാൽ ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന് തന്നെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. റിജുലും സുരാജിനെക്കാട്ടിലും ഉയരത്തിൽ കണ്ണൂർ ഭാഷയും കണ്ണൂർ ഭാഷയുടെ മഹാത്മ്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്ക് ഒത്തിരിയേറെ നല്ലൊരു കലാകാരനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവസാനമായി പ്രേക്ഷകർക്ക് വേണ്ടി കണ്ണൂർ ഭാഷയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ എല്ലാവർക്കും എന്താ പറയാ, ഞാൻ ഈ സ്റ്റേജിലെല്ലാം ഒരു പരിപാടി ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലെല്ലാവരും നമ്മളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, അങ്ങനെ അവിടെ പോകുമ്പോൾ ഇങ്ങനെ പറയും, പിന്നെ മോനെ നല്ലോണം ചെയ്യണേ, എല്ലാവരും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുവരെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ച പോലെ തന്നെ എന്നും എന്താ പറയാ, എന്നോട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം, പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. മിമിക്രിക്കാർ സാധാരണയായി നടന്മാരുടെ സൗണ്ട് വിസ്മരിക്കാറില്ല. റിജുൽ നടന്മാരുടെ സൗണ്ട് വിസ്മരിച്ചോ എന്ന് എനിക്കൊരു സംശയം. റിജുലിന് ഏതെങ്കിലും നടന്മാരുടെ സൗണ്ട് അനുകരിക്കാൻ താല്പര്യമുണ്ടോ? ചെയ്യാറുണ്ട്. നമ്മുടെ നരസിംഹന്റെ വളരെ ധാരാളമായിട്ട് ജയം വന്നു അവിടെ ജയം പോലെ അതിമോഹമാണ്. അതിമോഹം കളിക്കണം കൂടിയാണ് വിദേശ കൂടുതലേക്ക് പറഞ്ഞത്. അച്ഛൻകാരിലെ 3-4 നഗരത്തിലേക്ക് അത് കൊണ്ടുപോയി ചന്ദനമുട്ടിയിലോ മറ്റു പച്ച കത്തിച്ച് വാശി തീർക്കാൻ നിനക്ക് വാശി തീർക്കാം. നീ പോകുമോനെ വിദേശ. സ്കൂൾ. അടുത്ത വേറെ ഏത് നടന്റെ സൗണ്ടാണ് അനുകരിക്കുന്നത്? ഷീരയും ചെയ്യാറുണ്ട്. അയ്യോ, എന്റെ മാത്തുകുട്ടിയ ചായ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും സംഭവിക്കില്ലാമായിരുന്നു. എന്റെ ജോസുമോൻ പറയുക എനിക്ക് കൊളസ്ട്രോൾ ആണെന്ന്. നേരാണോ വക്കീലേ? വേറെ ആരുടെ ഉള്ളത്? വേറെ നമ്മളെ ജയറാം